എന്താണ് ഭഗവത്ഗീത? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന സാരോപദേശമാണ് ഗീത എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആധുനിക കാലഘട്ടത്തിൽ എന്താണ് ഗീതയ്ക്ക് നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധം? സത്യത്തിൽ സയൻസുമായി ബന്ധപ്പെട്ട് ഗീതയെക്കുറിച്ച് ഒരുപാട് ധാരണകളുണ്ട്. മിഥ്യാധാരണകളുണ്ട്, ശരിയായ ധാരണകളുണ്ട്. ചിലർ പറയുന്നു സയൻസിനൊട്ടും നിരക്കാത്തതാണ് ഗീത എന്ന്. വേറെ ചിലർ പറയുന്നു സയൻസ് ഇന്നോളം കണ്ടെത്തിയതെല്ലാം ഗീതയിലുള്ളതാണ്. മറ്റൊരു വിഭാഗം പറയുന്നു ഗീത വെറുതെ കയ്യിൽ കൊണ്ടു നടന്നാൽ പോലും മോക്ഷം കിട്ടുമെന്ന്. സത്യത്തിൽ ജീവിത വിജയത്തിലെത്താൻ ഏതു മാർഗത്തെ സ്വീകരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള ഒരു ഉപാധിയായി, ഒരു ഡിവൈസായി ശാസ്ത്രത്തെ സമീപിക്കാനാണ് ഗീത നമ്മളോട് പറയുന്നത്. തസ്മാത് ശാസ്ത്രം പ്രമാണം ദേ കാര്യവ്യവസ്ഥിതവും. കാര്യത്തിൻ്റെയും അകാര്യത്തിൻ്റെയും നിജസ്ഥിതി അറിയാൻ, യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അറിയാൻ ശാസ്ത്രത്തെ സമീപിക്കൂ എന്ന് ഗീത നമ്മളോട് പറയുന്നുണ്ട്. വിദ്യാസമ്പന്നനും ധീരനുമായൊരു യുവാവിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ അദ്ദേഹം തൻ്റെ തന്നെ ആത്മപരിശോധന നടത്തുന്ന ഒരു നാൾവഴിയിലൂടെ പോകുകയാണ് ഗീത ഇവിടെ. ഇനി എന്താണ് ഈ പറയുന്ന ഗീത പറയുന്ന ശാസ്ത്രം? അതായത് ജീവിത വിജയത്തിലെത്താൻ ഒരു ഡിവൈസായിട്ട് ഉപയോഗിക്കൂ ശാസ്ത്രത്തെ എന്ന് ഗീത പറയുന്നുണ്ട്. ഇവിടെ ഭഗവത്ഗീത പറയുന്ന ശാസ്ത്രം അധ്യാത്മവിദ്യ അഥവാ പരാവിദ്യയാണ്. എന്താണ് പരാവിദ്യ, എന്താണ് അതും സയൻസും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധമെന്ന് നമുക്കടുത്ത തവണ നോക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നന്ദി.